പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അനുദിനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ ആയിട്ടൊരു ബ്രേക്ക് ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും നേരത്തേനെ അപേക്ഷിച്ച് വലിയ ഒരു പ്രൈസ് ഹൈക്കാണ് ഈ രണ്ട് ഫ്യൂവലുകൾക്കും സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഒരു വാഹനം വാങ്ങുന്നയാളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാവരും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂവൽ മെത്തേഡിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും അത്തരത്തിൽ CNG വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനി മാരുതി സുസുക്കിയും CNG വാഹനങ്ങളെ പുറത്തിറക്കി. അത്തരത്തിലൊരു CNG വാഹനത്തിൻ്റെ കൂടെയാണ് ഇപ്പം നമ്മളുള്ളത്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് CNG എന്ന് പറയുന്ന മോഡൽ. മാരുതി സുസുക്കിയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് സ്വിഫ്റ്റ്. മാരുതി സുസുക്കി അറീനയുടെയാണ് അത് വിറ്റൊഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ CNG എഡിഷനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ CNG എഡിഷനെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഒരു CNG വാഹനം വാങ്ങുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജുകളെ കുറിച്ച് കൂടിയാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ ZXi, VXi എന്ന് പറയുന്ന രണ്ട് വേരിയൻറ്റുകളിലാണ് CNG ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയാം. ശരിക്കും സാധാരണ സ്വിഫ്റ്റിൻ്റെ ഡിസൈനാണ് ഏറ്റവും പുതിയ പാറ്റേണിൽ വന്നിട്ടുള്ള സ്വിഫ്റ്റ് ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ് വന്നിട്ടുള്ളത്. സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഗ്രില്ല്, അതുപോലെ തന്നെ ഒരു ക്രോമിയം ഇൻസേർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണാം. ഈ ഒരു ഡിസൈൻ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഈ ഒരു സ്വിഫ്റ്റിൻ്റെ നല്ല രസമുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ അലോയ് വീലുകളല്ല വരുന്നത്, പകരം വീൽ കവറോട് കൂടി വന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്തുള്ള ആ ഒരു വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ തന്നെയാണെന്ന് പറയാം. അതുപോലെ ഇൻറ്റീരിയറും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക്ഡ് ഇൻറ്റീരിയറാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയാം. ഫാബ്രിക് അപ്പോൾസ്ട്രി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിനി കൂപ്പർ ടച്ച് എവിടേക്കോ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു തരത്തിലൊരു റൗണ്ട് എലമെൻ്റ് ഒക്കെ ആയിട്ടാണ് കൊടുത്തുള്ളത്. ഡി ഷേപ്ഡ് സ്റ്റിയറിംഗ് വീല്, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നുമില്ല, ഒരു സാധാരണ സൗണ്ട് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട്. അതിലേക്ക് ഞാൻ ഇൻറ്റീരിയറിലേക്ക് വിശദമായിട്ട് ആ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് വരാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ CNG പാർട്ട് ഒന്ന് കാണിക്കാം എന്നുള്ളതാണ്. ഇതാണ് CNG പാർട്ടിൻ്റെ ഫില്ലിംഗ് ഏരിയ. അതായത് CNG നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെയാണ് വരുന്നത്. ഫില്ലിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയട്ടെ, CNG എടുക്കുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി രണ്ട് മെത്തേഡുകളാണ് പെട്രോൾ എഞ്ചിനും IC എഞ്ചിനും, അതായത് നമ്മൾ IC എഞ്ചിൻ എന്ന് വിളിക്കാം, ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ. ഈ IC എഞ്ചിനുകൾക്ക് ബദലായിട്ട് വരുന്നത് രണ്ട് ഓപ്ഷനുകളാണ്. ഒന്ന് ഇലക്ട്രിക് ചാർജിങ് ആണ്, രണ്ടാമത് CNG ആണ്. ഓക്കെ, CNGയിലേക്ക് വരുന്ന സമയത്ത് ഇത് ബൈ ഫ്യൂവൽ മെത്തേഡ് എന്നാണ് പറയുക. അതായത് രണ്ട് ഫ്യൂവലുകളും ഇതിനകത്തുണ്ട്. അതായത് ഈ വാഹനം ഒരു പെട്രോൾ വാഹനമാണ്, അതോടൊപ്പം തന്നെ ഇതിനകത്ത് CNG ഉണ്ട്. അപ്പം നമുക്ക് ഒരു ബാക്കപ്പ് ഓപ്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് CNG തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിലോടാം, പെട്രോൾ തീർന്നാൽ CNGയിലോടാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് CNGയിലേക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഫ്യൂവൽ മെത്തേഡിലാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ഫില്ലിംഗ് ആണ്. അതായത് വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ലീക്ക് ആവുന്ന മെത്തേഡോ അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ തരത്തിലാണ് ഇതിനെ പാക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം സമയലാഭമുണ്ട്, വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും, അങ്ങനെ തുടങ്ങിയുള്ള അഡ്വാൻറ്റേജുകളും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ള ബൂട്ട് സ്പേസിലാണ്. നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു 60 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ള സിംഗിൾ ടാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്യൂച്ചറിൽ നമുക്ക് പല ടെക്നോളജിയൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് CNG തന്നെ. അപ്പോൾ തന്നെ സ്പെയർ വീലിന് എങ്ങനെയാണ് കൊടുത്തത്. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് സ്പേസ് ഇത് വെക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അകത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഒരു 60 ലിറ്ററിൻ്റെ CNG ആണ് വരുന്നത്. ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം CNG ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30.90 കിലോമീറ്ററാണ്. അതായത് 31 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്ന് പറയാം. 1 കിലോഗ്രാം CNGക്ക് നിലവിലത്തെ വില 85.50 പണ്ട് ഇതിനേക്കാൾ വില കുറവായിരുന്നു. അപ്പോൾ അത് വില കൂട്ടി, അത് വേറെ ഫാക്ടറി. അപ്പോൾ 85.50 രൂപയ്ക്ക് നമ്മൾ 1 കിലോഗ്രാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30.90 കിലോമീറ്റർ യാത്ര ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമുക്ക് വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റ് വാഹനത്തിന് 2 രൂപ 70 പൈസ മാത്രമാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഫ്യൂവലിൻ്റെ വെച്ച് കൂട്ടി നോക്കുമ്പോൾ എത്ര ശതമാനം ലാഭം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% നമുക്ക് ലാഭമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു CNG വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ കോസ്റ്റിൻ്റെ 40%, അതായത് ഒരു IC എഞ്ചിൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ കോസ്റ്റിൻ്റെ 40% നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്. അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് CNGയുടെ കാര്യത്തിൽ ഇല്ലതാനും എന്നുള്ളതാണ് CNG വാഹനങ്ങളുടെ ഹൈലൈറ്റ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൈ ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത്. അതാണ് ഇവിടെ ഒരു ബട്ടൺ നമുക്ക് കാണാം.
ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ. ഈ ബട്ടൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെട്രോളിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് CNG യിലേക്ക് മാറ്റുകയും CNG യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പെട്രോളിലേക്ക് മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ഓടിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പേടിയില്ലാതെ എത്ര ദൂരവും മുന്നോട്ട് പോകാം. അടുത്ത ഒരു CNG സ്റ്റേഷൻ കിട്ടുന്നത് വരെ പോകാനുള്ള ഒരു ഫ്യൂവൽ CNG തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വാഹനത്തിനകത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊരു ചോദ്യം, രണ്ടും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ രണ്ടും കൂടി കഴിയാതിരുന്നാൽ മതി, നമ്മളൊരു കണ്ണ് ഇതിനകത്ത് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂവലിനകത്ത് ഇത് വർക്ക് ചെയ്യും, അതായത് പെട്രോളിനകത്ത് വർക്ക് ചെയ്യും, CNG-നകത്ത് വർക്ക് ചെയ്യും, ബൈ ഫ്യൂവലായി വർക്ക് ചെയ്യും എന്നുള്ളതാണ് CNG വാഹനങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബൈ ഫ്യൂവൽ ആവുന്നതുകൊണ്ടുള്ള ഗുണം, മറ്റൊന്ന് മൈലേജിൻ്റെ എഫിഷ്യൻസി 40% നമുക്ക് പോക്കറ്റ് ലാഭിക്കുകയും ചെയ്യാം എന്നതാണ്. ഇനി ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാം. ഹൃദയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്, ബൈ ഫ്യൂവൽ എഞ്ചിൻ. പെട്രോളിലേക്ക് വരുന്ന സമയത്ത് 66 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 113 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പെട്രോളിനകത്ത് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് CNG-യിലേക്ക് വരുന്ന സമയത്ത്, അതായത് രണ്ടും കൂടി ചേർന്നിട്ട് 57 ഹോഴ്സ് പവറും 99 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ CNG-യിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഫിഗർ നോക്കുന്ന സമയത്ത് ചെറിയൊരു പവർ ഡ്രോപ്പ് ഉണ്ട്, അതൊരു 10-ന്റെ അടുത്തില്ല, ഒരു 9. അത് ശരിക്കും ഡ്രൈവിനകത്ത് ഫീൽ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം ആ ഒരു വ്യത്യാസം എന്നുള്ളത് ആ ഒരു CNG ടാങ്ക് വരുന്നത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു 10 kg CNG ടാങ്ക് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയത്തെ ചോദ്യം, ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ്. ശരിക്കും ഈ വാഹനത്തിന് 2 വേരിയൻ്റ് ഉണ്ട്. VXi അത് 7.53 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം. അത് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 9.50 ഒക്കെ വരുന്നുണ്ടാവും. മറ്റൊന്ന് 8.53, അതായത് ZXi അത് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 10.44, അതൊരു 10 ലക്ഷം രൂപയ്ക്കകത്ത് ഇത്തരത്തിൽ ബൈ ഫ്യൂവലുള്ള 40% നമുക്ക് മൈലേജ് ലാഭിക്കാൻ കഴിയുന്ന ഒരു വാഹനം സ്വന്തമാക്കി നമുക്ക് ദൈനംദിന ജീവിതത്തിൽ, അതായത് ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കാം എന്നുള്ളതാണ് CNG വാഹനങ്ങളുടെ ഹൈലൈറ്റ്. നമ്മളെ സ്വിഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കരുത് സ്വിഫ്റ്റിൽ മാത്രമാണ് CNG ഉള്ളതെന്ന്. അങ്ങനെയല്ല, മാരുതിയുടെ ഒരുപാട് വാഹനങ്ങൾക്കകത്തിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എർട്ടിക നമുക്ക് 26.11 km/kg ആണ് വരുന്നത്. തൊട്ടപ്പുറത്ത് ആൾട്ടോ ഉണ്ട്, ആൾട്ടോ 33.85 വരുന്നു. വാഗണറിലേക്ക് വരുന്ന സമയത്ത് 34.5. അതുപോലെ ഈക്കോ എന്ന് പറയുന്ന ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളില്ല, അതിനകത്തും വരുന്നുണ്ട്, അത് 26.78 ആണ്. അതുപോലെ തന്നെ ഡിസയറിൻ്റെ അകത്തും ഉണ്ട് 31.12. അതായത് എല്ലാത്തിനകത്തും SCNG എന്ന് പറയുന്നത്, അതിന് മാരുതി SCNG എന്നാണ് വിളിക്കുന്നത്. ഡ്രൈവ് സ്മാർട്ട്, ചൂസ് ഗ്രീൻ എന്നുള്ളത് അല്ലേ, അങ്ങനെയാണ് ഇത് കൂടുതൽ. അപ്പം നമ്മളൊരിക്കലും സ്വിഫ്റ്റിനകത്ത് നിന്ന് മാത്രമാണെന്ന് ചിന്തിക്കരുത്. സ്വിഫ്റ്റ് നമ്മളൊരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞതാണ് എന്ന് മാത്രം. മറ്റൊരു കാര്യം, CNG-യുടെ ചാർജിങ് സ്റ്റേഷനുകൾ ഒരു ഫാസ്റ്റ് ഗ്രോവിംഗ് നെറ്റ്വർക്കാണ് എന്ന് പറയാം. ഇപ്പോൾ തന്നെ ഏകദേശം 150+ ചാർജിങ് സ്റ്റേഷനുകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പെട്രോൾ പമ്പുകളിലും CNG ഫില്ലിംഗ് സ്റ്റേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാങ്കിൻ്റെ കാര്യത്തിൽ കൊറോഷൻ റെസിസ്റ്റൻ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് സേഫ്റ്റി പരമായിട്ട് തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെറുതെ ഒരു ടാങ്ക് വെച്ചേക്കൊന്നുമല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയറസ്റ്റ് ആയിട്ടുള്ള മാരുതി അറീന ഷോറൂമുകളിൽ ബന്ധപ്പെടാം. അറീന ഷോറൂമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും, അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പിലാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ മാരുതിയുടെ കൺസെപ്റ്റൊക്കെ എൻ്റയർലി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി ചേർത്ത് പറയേണ്ടി വരും. കാരണം ഒരു ലക്ഷോറിയസ് സെറ്റപ്പിലേക്ക് മാരുതി പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതായത് കസ്റ്റമേഴ്സിന് അവരുടെ ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നാലും നിയറസ്റ്റ് ആയിട്ടുള്ള അറീന ഷോറൂമുകൾ, അതായത് മാരുതി സുസുക്കി ഷോറൂമുകൾ, നെക്സ അല്ലാത്ത ഷോറൂമുകളെ ആട്ടോ അറീന എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരം ഷോറൂമുകളിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സാധാരണ സ്വിഫ്റ്റ് തന്നെയാണ്, ബൂട്ട് സ്പേസിനകത്ത് എക്സ്ട്രാ ഒരു ടാങ്ക് കൂടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരം പോവാം, 40% പോക്കറ്റ് ലാഭിക്കാം, അത്യാവശ്യം നമുക്ക് എന്താ പറയുക മൈലേജ് എഫിഷ്യൻ്റായിട്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് CNG-യിലേക്ക് വരുന്ന സമയത്തുള്ള പ്രത്യേകത. അപ്പോൾ CNG-യെക്കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് CNG എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.